40+ ആ ഒരു ഏജിൽ നമ്മുടെ സ്കിൻ കെയർ എങ്ങനെ ആയിരിക്കണം? അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചത്. അങ്ങനെ എടുത്തു പറയാന്ന് വെച്ചാൽ നോർമലി എൻ്റെ ഐഡിയാസിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 30സിൽ നമ്മുടെ സ്കിൻ കെയർ ഞാനിപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെ പ്രോബ്ലംസാണ് എൻ്റെ ഫേസിൽ വരുന്നത് അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ വരുന്നത്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കെയർ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ 20+ൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആവത്തില്ല എൻ്റെ 30+ൽ വരുന്നത്. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ഓരോ രീതിയാണ്. ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, സെൻസിറ്റീവ്, അങ്ങനെ പല രീതിയിലുണ്ട്. പക്ഷേ 40+ വരുമ്പോൾ എനിക്ക് കൂടുതൽ തോന്നിയിട്ടുണ്ട് ഹൈലറോണിക് ആസിഡ് ബേസ് ചെയ്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിയാസിനിമേഡ് ചേർന്ന പ്രോഡക്റ്റ്, അത് ക്ലെൻസസ് ആവാം, മോയ്സ്ചറൈസർ ആവാം, പിന്നെ എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുക. മസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ചിലർ പുറത്ത് പോകുമ്പോഴല്ലേ വെയിൽ കൊള്ളത്തുള്ളൂ സൺസ്ക്രീൻ, അങ്ങനെയല്ല, വീട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. അത് നമ്മുടെ സ്കിന്നിന് പറ്റുന്നൊരു കെയർ. പിന്നെ ഫേസിൽ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ കൈയുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, സൺസ്ക്രീന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യുക. കാരണം 2 വീലർ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അപ്പോൾ വെയിൽ കൊള്ളും. നമ്മുടെ ഫേസിൻ്റെ കളർ ഒന്നായിരിക്കും, നമ്മുടെ ബോഡിയുടെ കളർ വേറൊരു രീതിയായിരിക്കും. ഇതുപോലെ തന്നെ പിന്നെ ഫുഡ് ഐറ്റംസ് നമ്മൾ 20-30 എന്ന് പറയുമ്പോൾ ആ ഒരു ഏജിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ബോഡി വീക്കായിട്ട് വരും. അതനുസരിച്ചുള്ള ഫുഡ് നമ്മൾ മാറ്റി കഴിക്കുക. സ്കിൻ കെയറിന് കൂടുതൽ ഈ ഒരു 40+ ആകുമ്പോൾ കൂടുതൽ വരുന്നത് പിഗ്മെൻറ്റേഷൻ, സാഗിങ്, ആൻറ്റി ഏജിങ്, റിങ്കിൾസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അതിന് പറ്റിയ ആപ്റ്റായിട്ടുള്ള പിന്നെ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഡെയിലി ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചെങ്കിലും കഴിക്കുക. ഒരു നെല്ലിക്കയെങ്കിലും ഡെയിലി കഴിക്കുക. അതുപോലെ തന്നെ ദിവസം 1 ഗ്ലാസ് ലൈം ജ്യൂസ് കുടിക്കുക. ഉപ്പിട്ട് അതായിരിക്കും, ഇല്ല എങ്കിൽ വെറുതെ അങ്ങ് കുടിക്കുക. പിന്നെന്താ, ഫ്രൂട്ട്സ് ഐറ്റംസ്, വെജിറ്റബിൾസ് നന്നായിട്ട് ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെന്താ വരുന്നത് ബ്രൊക്കോളി, അങ്ങനത്തെ ഐറ്റംസ് ഡെയിലി കഴിക്കുക. ഇതൊക്കെയാണ് എപ്പോഴും നമ്മുടെ 40+ൽ നമ്മൾ 30+ൽ നോക്കുന്നത്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ 40+ൽ നോക്കേണ്ടി വരും. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മസ്റ്റായിട്ട് നിങ്ങൾ ഡയറ്റീഷ്യനെ പോയി കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു ടൈമിൽ ചെയ്താൽ ആ ഒരു ഏജിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടും സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടും ഇരിക്കും.